Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ലവ് നമ്മൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടാവുകയാണെങ്കിലും നമുക്കത് കംപ്ലീറ്റ്ലി അനുഭവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഏതൊരു കാര്യം അച്ചീവ് ചെയ്യാനാണെങ്കിലും സെൽഫ് ലവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കൂടാതെ പല കാര്യങ്ങളും നമുക്ക് കുറെ കൂടി ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെൽഫ് ലവ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക, അതും വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ ഫിസിക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ സൈഡ് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലവ് നമുക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റൊട്ടീനിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ യോഗ ആയിരിക്കാം, ജിമ്മിൽ പോകുന്നതായിരിക്കാം, ഒരു വാക്കിന് പോകുന്നതായിരിക്കാം, ജോഗിങ് ആയിരിക്കാം, ഇങ്ങനെ സ്വിമ്മിങ് ആയിരിക്കാം, ഡാൻസിങ് ആയിരിക്കാം, വാട്ട് എവർ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. രണ്ടാമതായി സ്കിൻ കെയർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫിസിക്ക് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് നമ്മളോട് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. സോ സ്കിൻ കെയർ ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ശരീരത്തിനെ ബെറ്റർ ആക്കുന്ന അല്ലെങ്കിൽ കുറെ കൂടി എനർജറ്റിക് ആയിട്ട് നമുക്ക് നമ്മളെ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെറിയ രീതിയിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ സൈഡ്, നമ്മുടെ ഫിസിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിനോടുള്ള ആ ഒരു സെൽഫ് ലവ് നമുക്ക് സ്വയം ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായി നമ്മുടെ ഇമോഷണൽ സൈഡ് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജേണൽ ചെയ്യുക എന്നുള്ളത്. ജേണൽ എഴുതുക. ഒരു പക്ഷേ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഒരാൾ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. ചില ആളുകളാകട്ടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, പിന്നീട് തിങ്ക് ചെയ്യും അയ്യോ അത് പറയണ്ടായിരുന്നു, അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എനിവേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം സ്ട്രെസ് അല്ലെങ്കിൽ ഇത്തരം തോട്ടൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും സ്വയം നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ തോട്ട്സ് നമ്മൾ ജേണൽ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തോട്ട് വരും. നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്, നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, ഇനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് വെറീസ് ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്ന് തോന്നുന്ന ഒരുപാട് തോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജേണൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും, നമുക്കൊരു ഫ്രീ മൈൻഡ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്ക് എടുത്തു കളയാൻ സാധിക്കും. സോ നമ്മുടെ ഇമോഷണൽ സൈഡ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി, ഫിറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം ജേണൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടായിരിക്കും, അത് കുറെ കൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള ഒരു എഫേർട്ട് എടുക്കുക. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ക്രിയേറ്റീവ് സൈഡ് ആയിരിക്കും. ചില ആളുകൾ നന്നായി ഡ്രോയിങ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഡാൻസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അതിന് കോറിയോഗ്രാഫി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ എഴുതുന്ന ആളുകളുണ്ടായിരിക്കും, വായിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് എന്താണ്, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ക്രിയേഷനോടാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഒരിത്തിരി സമയം നിങ്ങളുടെ ലൈഫിൽ മാറ്റി വെക്കുക. സോ നമ്മുടെ ഇമോഷണൽ സൈഡ് കുറെ കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടി, ഇമോഷണലി നമുക്ക് ആ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് ജേർണലിംഗ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കുറച്ച് എഫേർട്ട് എടുക്കുക എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിനായി ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി മൂന്നാമതായി നമ്മുടെ മെന്റലി ഉള്ള ഒരു തോട്ട് പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സൈഡ് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഫർമേഷൻസ്. പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ചില ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചാലഞ്ചാണ് നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ട് വരുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഒരു അൺഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആകുലത, ഒരു പേടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും പോസിറ്റീവായി തിങ്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ കൂടെ കൂടെ നെഗറ്റീവ് തോട്ട്സ്, അതായത് കംപ്ലൈൻസ്, എന്താണോ ഇല്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി ശ്രദ്ധ പോവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന, അതൊക്കെ ഒരു ചാലഞ്ച് ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിനെ നേരെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആ തോട്ട് പോസിറ്റീവായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന രീതിയിൽ ഒരു അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് സൈഡ് വരുന്ന സമയത്തൊക്കെ ഈ പോസിറ്റീവ് അഫർമേഷൻസിൽ നിങ്ങളുടെ തോട്ട് ഡൈവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സൈഡ് ഓക്കെ ആകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നോ പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു പീപ്പിൾ പ്ലീസിങ് ആറ്റിറ്റ്യൂഡ് ചില ആളുകളിലെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പതുക്കെ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയാൻ വേണ്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നോ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ നോ പറയാൻ കഴിയാതെ വന്ന് പിന്നീട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ നോ പറയേണ്ടതായിരുന്നു, ഒന്നുകൂടി എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇങ്ങനെയൊക്കെയുള്ള റിഗ്രറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ധൈര്യപൂർവ്വം ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നോ എന്ന് തന്നെ പറയാൻ വേണ്ടി പഠിക്കുക. ഒരു പക്ഷെ പെട്ടെന്ന് അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ നോ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക. ഇനി നാലാമത്തേത് സ്പിരിച്വൽ സൈഡ്. സ്പിരിച്വലി നമുക്ക് ആ ഒരു നമ്മുടെ ബിലീഫ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളോടും നമ്മളോടാണെങ്കിലും നമ്മുടെ ചുറ്റുള്ള ആളുകളോടാണെങ്കിലും ഫോർഗീവ് ചെയ്യേണ്ട പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളോട്, വ്യക്തികളോടെല്ലാം ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം വളരെ സിമ്പിൾ ആണ്. അതായത് ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം, നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്, ലൈക്ക് വാട്ട് എവർ വി ഹാവ്, ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കാനും ചിന്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം ഫോർഗീവ്നെസ് ആണ്. അതായത് ചിലപ്പോൾ നമ്മളോട് തന്നെ ആയിരിക്കും ഫോർഗീവ് ചെയ്യേണ്ടത്, പല മിസ്റ്റേക്കുകൾ ചെയ്തതിന്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത പല പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യുക. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ചാലഞ്ച് നമുക്ക് തന്നെ നേരിടാൻ കൊടുക്കുക. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. സോ സ്പിരിച്വൽ സൈഡ് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടി ഈസിയായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്, അതുപോലെ തന്നെ ജസ്റ്റ് ഫോർഗീവ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളോടുള്ള ആ ഒരു സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.